പുളിത്തറ വരെ പോണം. ഒന്ന് നിർത്തിക്കേ. ഇനി അങ്ങോട്ടുള്ള വഴി എനിക്ക് ശരിക്കും അറിയില്ല. അയ്യോ, പിന്നെങ്ങനെ? അതെ, ഞാനൊരു ഇന്റർവ്യൂവിന് പോവാ. ഈ അഡ്രസ് വേണം എത്താൻ. JM എക്സ്പോർട്ടേഴ്സ്, സെന്റ് മേരീസ്. അത് കുറച്ചു ദൂരം കൂടി പോണം. ഇതാ JM എക്സ്പോർട്ടേഴ്സ്. 21 രൂപ. അയ്യോ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഇത് തന്നെ തിരിച്ചു പോവാനാ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതലാണെങ്കിൽ വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. അത് സാരില്ല. ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ് ഹയർ, കമ്പ്യൂട്ടർ ബേസിക്സ്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും തനിക്കുണ്ടല്ലോ. വെരി ഗുഡ്. കുട്ടിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത മിസ്റ്റർ ബാലകൃഷ്ണൻ നിങ്ങളുടെ ആരാ? അദ്ദേഹത്തിന്റെ മകൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഐ സി. ബാലകൃഷ്ണന്റെ അടുത്ത സുഹൃത്താണ്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ. നന്ദി. വാക്കിലൊക്കെയാണോ? കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറിയും പ്രൊമോഷനും ഒക്കെ ഞാൻ തരും. ഓൺലി തിങ് ഈസ് നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോകേണ്ടി വരും. സഹകരിക്കും വച്ചേ. ഒന്ന് അടങ്ങ, പറയുന്നത് മനസ്സിലാക്കണോ? ബഹളം വയ്ക്കുന്ന ആരാ നിന്റെ തന്ത? വലിയ എക്സ്പോർട്ടേഴ്സ് മേലാൽ ഈ ടൈപ്പ് ഇന്റർവ്യൂ ഇവിടെ നടത്തിയാൽ നിന്റെയൊക്കെ കൈയും കാലും വെട്ടി നുറുക്കി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? എന്തിനാ അവരെ കുറ്റം പറയുന്നത്? ആരുടെയെങ്കിലും വിസിറ്റിംഗ് കാർഡ് കൈ കിട്ടിയാ ഇവിടെ അണിഞ്ഞൊരുങ്ങി അവരെ തപ്പി ഇറങ്ങിക്കോളും. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കണ്ട, റിട്ടേൺ ടെസ്റ്റിനും ഇന്റർവ്യൂവിനുള്ള മെമ്മോ വേണ്ട. വളരെ സൗകര്യമുള്ള ഏർപ്പാടല്ലേ. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രമായില്ല, പത്രം വായിക്കണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം, ജോലിയുടെ പേരിൽ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളൊക്കെ വായിച്ചറിയണം. അതല്ല എങ്ങനെയെങ്കിലും ജോലി സംഘടിപ്പിച്ചാൽ മതി എന്നാണ് വിചാരമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് രാവിലെ ഓരോന്ന് വരിഞ്ഞ് കയറിക്കോളും. എത്രയായി? ഇവിടെയാണോ വീട്? അല്ല. എന്നാ കയറ്. തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടേ ഞാൻ പോണുള്ളൂ. തന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന തന്റെ തന്തയും തള്ളയും കണ്ട് 2 വർത്തമാനം എനിക്ക് പറയണം. കേറാൻ ആരാ? ഞാനമ്മേ. എന്തായി മോളെ, ജോലി ശരിയായോ? ഇവരവരറിയിക്കാന്ന് പറഞ്ഞ്. ഇത്തവണ ശരിയാവാതിരിക്കില്ല മോളെ. സാറ് വിളിച്ചു പറഞ്ഞ കാര്യല്ലേ. ഈ ജോലിയെങ്കിലും ശരിയായില്ലെങ്കിൽ വാടക കുടിശ്ശിക ചോദിച്ച് സുരേന്ദ്ര മുതലാളി ഇന്നും വന്നിരുന്നു. അവസാനം വലിയ ഉപകാരം ചെയ്യുന്നത് പോലെ പറയാ, വാടകയും മറ്റുള്ള കടമൊന്നും പ്രശ്നമാക്കണ്ട, മുതലാളി നിന്നെ കെട്ടിക്കോളാന്ന്. അതിലും ഭേദം എന്റെ മോൾക്ക് ഞാൻ വിഷം കൊടുത്ത് കൊന്നോളാമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വഴക്കിട്ടിട്ടാ പോയത്. ഓട്ടോ ചാർജ് എത്രയായി? ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.